ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ വീഡിയോസ് ഒക്കെ കണ്ടിട്ട് ഇവിടെ നിന്ന് ഏകദേശം 44 കിലോമീറ്റർ ദൂരെ നിന്ന് ഒരു ചേട്ടൻ ഒരു ഡിവൈസ് കൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഫോണിൻ്റെ കംപ്ലയിൻറ്റ് അത് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് നമുക്കത് സെറ്റാക്കി എടുക്കാം. ഗൈസ്, അപ്പോൾ ഡിവൈസ് എന്ന് പറയുമ്പോൾ റെഡ്മി നോട്ട് 10 Pro ആണ്. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ ഡാറ്റ റിക്കവറിയുടെ വീഡിയോ കണ്ടിട്ടാണ് പുള്ളി നമുക്ക് മെസ്സേജ് അയക്കുന്നത്. അപ്പോൾ പുള്ളി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഓൾറെഡി ഒരു വർഷം മുമ്പ് CPU റീബോൾ ചെയ്തിട്ടുള്ളൊരു ഡിവൈസ് ആയിരുന്നു. അപ്പോൾ പുള്ളി വിചാരിച്ചത് ഒരു തവണ മാത്രമേ CPU റീബോൾ ചെയ്യാൻ പറ്റത്തുള്ളൂ എന്നാണ്. അങ്ങനെയല്ല, നമ്മൾ ചെയ്യുന്ന മെത്തേഡ് കറക്റ്റാണെന്നുണ്ടെങ്കിൽ നമുക്ക് എത്ര തവണ വേണമെങ്കിലും CPU റീബോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ എന്തായാലും പുള്ളി ഒരു സർവീസ് സെൻറ്ററിൽ കാണിച്ച സമയത്ത് അവർ പറഞ്ഞത് CPU ഇഷ്യൂ തന്നെ ആണെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മളുടെ കയ്യിൽ കിട്ടുമ്പോൾ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് പവർ ഐസിയുടെ ഔട്ട്പുട്ടിൽ ഷോർട്ട് കാണിക്കുന്നുണ്ടായിരുന്നു. ഈ ഷോർട്ട് എന്താണെന്ന് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കിയപ്പോഴത്തേക്കും പവർ ഐസിയുടെ CPUവിൻ്റെ ഉള്ളിലാണ് ഈ ഒരു ഷോർട്ട്. അതായത് CPUവിനകത്തുള്ള ബോളുകൾ തമ്മിൽ ഷോർട്ടായിരിക്കുക. അതുകൊണ്ടാണ് പവർ ഐസിയുടെ ഔട്ട്പുട്ടിൽ ഷോർട്ട് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലായി ഇതിന് മുമ്പ് കൊടുത്ത ടെക്നീഷ്യൻ ആരോ ഇതിനകത്ത് പ്രീ ഹീറ്റ് ചെയ്ത് ജസ്റ്റ് ഐസി പുഷ് ചെയ്ത് ഓണാക്കാൻ പറ്റുമോ നോക്കിയായിരുന്നു. അതുകൊണ്ടാണ് ഇങ്ങനെ ഷോർട്ട് വന്നത്. അപ്പോൾ നമ്മളെന്തായാലും CPU ഒക്കെ റിമൂവ് ചെയ്ത് റീബോൾ ചെയ്ത് പെർഫെക്റ്റ് ആയിട്ട് തന്നെ റീഫിക്സ് ചെയ്ത് തെർമൽ പേസ്റ്റ് വിട്ട്. അപ്പോൾ നമ്മൾ ഈ ഉപയോഗിക്കുന്ന PPDയും അതേപോലെ തെർമൽ പേസ്റ്റിൻ്റെയും ക്വാളിറ്റി പോലെ ഇരിക്കും ഈ ഡിവൈസ് എത്ര നാൾ ഓടും എന്നുള്ളത്. അതായത് മീൻസ് എത്ര നാൾ ലൈഫ് കിട്ടും എന്നുള്ളത്. അപ്പോൾ നമ്മളെന്തായാലും പക്കയായിട്ട് എല്ലാ റീബോളും അതുപോലെ തന്നെ തെർമൽ പേസ്റ്റ് ആക്കിയിട്ട് സെറ്റാക്കി സെറ്റ് നേരെ പാക്ക് ചെയ്ത് നമുക്ക് സെറ്റിൻ്റെ അവസ്ഥ എന്താണെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ചാർജർ കണക്ട് ചെയ്ത സമയത്ത് MIയുടെ ലോഗോ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ചാർജിങ് ലോഗോയും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് സെറ്റ് ഫുള്ളായിട്ട് കംപ്ലീറ്റ്ലി പാക്ക് ചെയ്തിട്ട് സെറ്റ് നമുക്ക് ഓൺ ആക്കി എടുക്കാം. ഗൈസ്, അപ്പോൾ നമ്മൾ ഡിവൈസ് കംപ്ലീറ്റ്ലി പാക്ക് ചെയ്ത് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് നേരെ ഈ ഡിവൈസ് ആ ചേട്ടൻ്റെ കൊടുത്തിട്ട് ചേട്ടൻ്റെ റിയാക്ഷൻ എന്താണെന്ന് നോക്കാം. അങ്ങനെ ഹാപ്പിയാണോ? ഹാപ്പിയാണ്. റെഡി ആവുന്ന വിചാരിച്ചായിരുന്നു. അപ്പോൾ എന്തായാലും ശരിയാക്കി തന്നു. ഇതൊക്കെ എന്ത്